ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ വിലയേറിയ സന്നിധിയിൽ ഒരുമിച്ച് ചേർന്ന് വരുവാൻ ദൈവം നമുക്ക് നൽകിയ സാവകാശത്തെ ഓർത്ത് സന്തോഷിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. നാം പ്രാർത്ഥനയിൽ ഓർത്തതുപോലെ നമ്മുടെ പ്രത്യാശയെ പുതുക്കുന്നതായ മനോഹരമായ പാട്ടുകൾ പാടുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. നമ്മൾ നമ്മുടെ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള സമയം ഏറെ സമാഗതമായിരിക്കുന്നു എന്നുള്ളതായ വലിയ തിരിച്ചറിവോടുകൂടി ഓരോ ദിവസവും ജീവിക്കത്തക്കവണ്ണം ദൈവാത്മാവ് നമുക്ക് ഏവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ. ദൈവം നമുക്ക് തന്നിട്ടുള്ള ജീവിതം വളരെ സൂക്ഷ്മതയോടുകൂടി നിർവഹിക്കേണ്ടതിന് കർത്താവ് നമുക്ക് എല്ലാവർക്കും കൃപ നൽകട്ടെ. നമ്മൾ മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങളെ അധികരിച്ച് നാം ചെയ്യാൻ പാടില്ലാത്തതായ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യത്തിൻ്റെ വിശദാംശങ്ങളാണല്ലോ കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് ചിന്തിച്ചു വരുന്നത്. കർത്താവ് തന്ന കൽപ്പനകളോട് ഏറ്റവും കൃത്യമായ വിശ്വസ്തത സൂക്ഷിക്കാൻ സാധിക്കുന്നത് കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ളതായ പ്രത്യാശയുടെ സമൃദ്ധിയിൽ ജീവിക്കുന്നവർക്കാണ്. അത് നാം തിരുവെഴുത്തിൽ വളരെ കൃത്യമായിട്ട് കാണുന്നുണ്ട്. ആ വാക്യം നമുക്കറിയാമെങ്കിലും ഞാനൊന്ന് ചേർത്ത് പറയുന്നു. നാം കർത്താവിൻ്റെ വരവിനെ നോക്കി പാർക്കുന്നവരാണ് എന്ന് വരികിൽ കർത്താവ് നമുക്ക് തന്നിട്ടതായ വചനം കൃത്യമായി സൂക്ഷിക്കത്തക്കവണ്ണം നമ്മൾ ഒരുക്കപ്പെടുവാൻ ഇടയായിട്ട് തീരും. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം നാം ധാരാളം ഓർക്കാറുള്ളതായൊരു വാക്യമാണ്. ഇതാ ഞാൻ വേഗം വരുന്നു. ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ വരവ് അടുത്തു വന്നിരിക്കുന്ന ഈ നാളുകളിൽ നമുക്ക് കർത്താവ് തന്നിട്ടുള്ളതായ പ്രമാണങ്ങൾ വളരെ കൃത്യമായിട്ട് പാലിച്ച് സാക്ഷ്യം വഹിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. നമ്മൾ ആ വേദഭാഗത്തുള്ള കൽപ്പന ബൈബിൾ ചരിത്രത്തിൽ വളരെ പ്രസിദ്ധനായ ഇയ്യോബിൻ്റെ ജീവിതത്തോട് ചേർത്താണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. ഇയ്യോബിനെ തൻ്റെ സ്നേഹിതന്മാർ വിധിച്ചു എന്നുള്ളതിനാൽ അവർ ദൈവസന്നിധിയിൽ കുറ്റക്കാരായിട്ട് തീർന്നു എന്നും അതിനുള്ളതായ പ്രായശ്ചിത്തം ചെയ്യുവാൻ ദൈവം അവരോട് പറഞ്ഞു എന്നുള്ളതുമൊക്കെ നമ്മൾ വിശദമായിട്ട് ഓർക്കുവാൻ ഇടയായിട്ട് തീർന്നു. അപ്പോൾ അവർക്ക് അനുവാദമില്ലാത്തൊരു വിധി നടത്തിയത് അവർ സർവശക്തനായ ദൈവത്താൽ തന്നെ വിധിക്കപ്പെടുന്നതിന് കാരണമായിട്ട് തീർന്നു എന്നുള്ളത് നാം അവിടെ ഓർക്കുവാൻ ഇടയായിട്ട് തീർന്നു. നമ്മുടെ കർത്താവ് പറഞ്ഞ കൽപ്പന എത്രയോ വ്യക്തമാണ്. നിങ്ങൾ വിധിക്കരുത്. വിധിച്ചാലുള്ള കുഴപ്പം എന്താണ്? നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമുക്ക് ഈ വലിയ സത്യം ഉൾക്കൊണ്ട് പ്രായോഗികമാക്കി ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ധാരാളം ദൈവകൃപ നൽകട്ടെ. ഞാൻ ആ വിഷയത്തിൽ ഒരു സത്യം കൂടി ചേർത്ത് ഓർപ്പിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. നാം വിധിക്കാൻ ആവശ്യമില്ല, പക്ഷേ ദൈവത്തിൻ്റെ വചനം അത് ദൈവത്തിൻ്റെ വിധിയാണെന്നുള്ളൊരു പ്രയോഗം തിരുവെഴുത്തിൽ ഉടനീളം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവവചനത്തിന് വേറെ പല പേരുകളും ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഈ വാക്ക്
ആവർത്തിക്കപ്പെടുന്നതായി നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് വളരെ വിശദമായി പറഞ്ഞിട്ടുള്ളതായ ഒരു സങ്കീർത്തനമുണ്ടല്ലോ. ഏത് സങ്കീർത്തനമാണ്? 119 സങ്കീർത്തനവും ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചുള്ള ധാരാളം വിശദീകരണങ്ങൾ നമുക്ക് നൽകുന്നതായ സങ്കീർത്തനമാണ്. 119 സങ്കീർത്തനത്തിലൂടെ ഇന്നലെ രാത്രിയിൽ ഞാനൊന്ന് കടന്നു പോകുമ്പോൾ 18 പ്രാവശ്യം വചനത്തിന് ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഈ വിഷയം നമ്മൾ ചിന്തിക്കുമ്പോൾ ആ വാക്കിൻ്റെ ഒരു വിശദീകരണം അനിവാര്യമായിട്ടാണ് ഇരിക്കുന്നത്. 119 സങ്കീർത്തനത്തിന് ആ 18 വാക്യങ്ങളും അതിൻ്റെ വിശദാംശങ്ങളും നമ്മൾ ഇന്ന് രാത്രിയിൽ ചിന്തിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. എന്നാൽ സാമ്പിളായിട്ട് അതിലെ ആദ്യത്തെ വാക്യം ഒന്ന് വായിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. 119 സങ്കീർത്തനത്തിൽ ഈ വാക്ക് ആദ്യം ഉപയോഗിക്കുന്നത് 7-ാമത്തെ വാക്യത്തിലാണ്. 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോളൂ. അപ്പോൾ അവിടെ ദൈവത്തിൻ്റെ വചനം പഠിച്ചിട്ട് എന്ന് വളരെ കൃത്യമായി നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് ഉപയോഗിക്കുന്ന വാക്ക് നിൻ്റെ നീതിയുള്ള വിധികളെ പഠിച്ചിട്ട്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ പരിശോധിക്കുമ്പോൾ ദൈവത്തിൻ്റെ നീതിയുള്ള വിധികളുടെ സമാഹാരമായിട്ടാണ് ദൈവത്തിൻ്റെ വചനം ഇരിക്കുന്നത്. അതിൽ തന്നെ ഞാൻ ഒത്തിരി വിശദീകരിക്കേണ്ടതില്ല എന്ന് ഞാൻ കരുതുകയാണ്. ലോകത്തിലുള്ള വിധികളും ഒക്കെ ചിലപ്പോൾ നീതി കെട്ടതായിട്ട് പോകുന്നതിനുള്ളതായ സാധ്യതയുണ്ട്. നമ്മൾ സാധാരണ അതിനെക്കുറിച്ചൊക്കെ കേൾക്കാറുമുണ്ട്. എന്നാൽ നമ്മളിവിടെ കാണുന്നതായ കാര്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് പറയുമ്പോൾ അതിലുള്ള വിധികൾ നീതിയുള്ള വിധികളാണ്. അത് ആരുടെയാണെന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ആ വാക്യം തുടങ്ങുന്നത് നിൻ്റെ നീതിയുള്ള വിധികളെ പഠിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, ഏത് തെറ്റ് ഏത് ശരി എന്ന് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാകത്തക്കവണ്ണം ദൈവത്തിൻ്റെ നീതിയുള്ള വിധികളുടെ സമാഹാരമാണ് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ ലഭിച്ചിരിക്കുന്നത്. ഈ അനുഗ്രഹീതമായ സത്യം നമുക്കിവിടെ ഓർക്കാനായിട്ട് സാധിക്കും. അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ ചില പാപങ്ങളുടെ മേലൊക്കെ വളരെ കൃത്യമായ വിധികൾ ദൈവം നടത്തിയതായ കാര്യങ്ങൾ വളരെ വിശദമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് രേഖപ്പെടുത്തി തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഓർപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നതായ കാര്യം, നമുക്ക് വേറൊരു സഹോദരൻ്റെയോ വേറൊരാളുടെയോ ജീവിതത്തെ വിധിക്കാനായിട്ട് അനുവാദമില്ല. എന്നാൽ ദൈവവചനത്തിൽ അങ്ങനെ നടന്നിട്ടുള്ളതായ വിധികൾ വളരെ വിശദമായി നമുക്ക് രേഖപ്പെടുത്തി തന്നിട്ടുണ്ട്. അപ്പോൾ ആ സത്യങ്ങൾ നമുക്ക് അതുപോലെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നത് ദൈവം ഈ പാപത്തെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളതായ സത്യം നമുക്ക് മനസ്സിലാകത്തക്കവണ്ണം പ്രയോജനപ്പെടുത്തുവാനായിട്ട് സാധിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ വേറെ ആളുകളുടെ ജീവിതത്തെ വിധിക്കണ്ട. പക്ഷേ ദൈവം ചില ജീവിതങ്ങളെ വിധിച്ചതും പാപത്തിൻ്റെ മേൽ നടത്തിയിട്ടുള്ളതായ കൃത്യമായ ശിക്ഷയുടെ വിശദാംശങ്ങളും ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കുന്നത് നമ്മുടെ കുറവുകളെ മനസ്സിലാക്കാനോ
ഏതാണ് പാപം എന്നുള്ളതും പാപത്തിനുള്ള ശിക്ഷ എന്താണ് എന്നുള്ളതും വളരെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് പ്രയോജനപ്പെടുത്താനായിട്ട് നമുക്കത് സഹായകരമായിട്ട് തീരും. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെയും നമുക്ക് ദൈവവചനത്തിലുള്ളതായ ഇങ്ങനെയുള്ളതായ സത്യങ്ങൾ ഏറ്റവും സൂക്ഷ്മതയോടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കട്ടെ. ഞാൻ വായിച്ച വാക്യത്തിൽ പറയുന്നത്, നിൻ്റെ നീതിയുള്ള വിധികളെ പഠിച്ചിട്ട് ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും എന്ന് പറഞ്ഞാൽ ഈ വിധികളെക്കുറിച്ചുള്ളതായ പഠനവും നമ്മുടെ ജീവിതത്തിൽ ഉള്ള ചില പാപങ്ങൾ കണ്ടെത്താനോ ആ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാനോ ശുദ്ധീകരണം പ്രാപിക്കാനോ പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് ദൈവത്തെ ആരാധിക്കുന്നതിന് നമ്മെ ഒരുക്കുന്നതുമായ കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള ചില പാപങ്ങളുമൊക്കെ അത് ചൂണ്ടിക്കാണിക്കാനിടയായിട്ട് തീരുന്നത് നമുക്കത് വളരെ പ്രയോജനകരമായി ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കേണ്ടുന്നതാണ്. നമുക്കറിയാം, ഞാനീ പറഞ്ഞ ഈ വാക്യത്തിൻ്റെ വിശദീകരണം വെളിപ്പെടുത്തുന്നതായ എത്രയോ വാക്യങ്ങൾ, എത്രയോ സംഭവങ്ങൾ നമുക്ക് ദൈവവചനത്തിൽ വായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളിലൂടെ നമുക്ക് ഈ പാപത്തെ ദൈവം എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളത് വളരെ സൂക്ഷ്മതയോടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കും. ഈ 7-ാം വാക്യം വായിക്കുമ്പോൾ ഭക്തനായ ദാവീദിൻ്റെ ജീവിതമാണ് ഞാനിവിടെ ചേർത്ത് ഓർക്കുവാൻ ഇടയായിട്ട് തീർന്നത്. നിങ്ങളുടെ ഓർമ്മയിലും അത് വന്ന് കാണുമായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെ ഗുരുതരമായ ഒരു പാപത്തിൽ താൻ വീഴാനിടയായിട്ട് തീർന്നു എന്നിരിക്കലും നമുക്കറിയാം. താനത് തിരിച്ചറിഞ്ഞ് ആ ശിക്ഷയുടെ വഴിയിലൂടെയെല്ലാം പോകുമ്പോൾ ആ പാപത്തിൻ്റെ ഗൗരവം താൻ തിരിച്ചറിഞ്ഞ് ആ പാപത്തിൽ നിന്ന് ശുദ്ധീകരണം പ്രാപിച്ച് എത്ര പരമാർത്ഥതയോടുകൂടിയാണ് ദൈവസന്നിധിയിൽ വീണ്ടും അടുത്ത് വരുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് വളരെ നന്നായിട്ട് അറിയാവുന്നൊരു ചരിത്രമാകൊണ്ട് ഞാനത് കൂടുതൽ വിശദീകരിക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല. 51-ാം സങ്കീർത്തനം തന്നെ അതിൻ്റെ പശ്ചാത്തലമുള്ള സങ്കീർത്തനമാണല്ലോ. അപ്പോൾ അവിടെ ആ സങ്കീർത്തനം തന്നെ നമ്മൾ വായിക്കുമ്പോൾ എത്രയോ പരമാർത്ഥതയോടുകൂടിയാണ് ദാവീദ് ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്ന് ശുദ്ധീകരണം പ്രാപിച്ച് ദൈവത്തെ ആരാധിക്കേണ്ടതിനു വേണ്ടി ഒരുക്കപ്പെട്ടത് എന്നുള്ളത് നമുക്ക് ഇവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ വലിയ ഉൾക്കാഴ്ച ഓരോ ദിവസവും പ്രായോഗികമാക്കി ജീവിക്കാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ധാരാളം ദൈവകൃപ നൽകട്ടെ. അതിൻ്റെ സൂക്ഷ്മാംശങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. സൂക്ഷ്മാംശങ്ങൾ വളരെ വിശദമായി നമ്മൾ കഴിഞ്ഞ നാളുകളിലൊക്കെ ചിന്തിക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. 1-2 വാക്കുകൾ മാത്രം ഞാൻ അവിടെ നിന്നൊന്ന് എടുത്തു പറയണം എന്ന് ആഗ്രഹിക്കുകയാണ്. ഇത്രയും ഗുരുതരമായിട്ടുള്ള പാപത്തിൽ ദാവീദ് വീഴുന്നത് കാണാൻ പാടില്ലാത്തൊരു കാര്യവും കണ്ടു എന്നുള്ളതിലാണ്. അതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. വാക്യമൊന്നും വായിക്കണ്ട. എന്നാൽ ഞാനൊരു അപകട സൂചന ഓർപ്പിക്കുക. കാണാൻ പാടില്ലാത്ത കാര്യങ്ങൾ ധാരാളം കണ്ടുപോകാൻ സാധ്യതയുള്ളതായ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ചരിത്രം വളരെ സൂക്ഷ്മതയോടെ പരിശോധിച്ച് ദൈവത്തിൻ്റെ വിധിയുടെ ഗൗരവം ഇതാണ് എന്നുള്ളതായ കാര്യം മനസ്സിലാക്കി നമുക്ക് നമ്മുടെ ജീവിതത്തെ സൂക്ഷിക്കാനായിട്ട് സാധിക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഈ ഒരൊറ്റ പാഠം അവിടെ നിന്ന് പഠിക്കാനിടയായിട്ട് തീർന്നാൽ ഈ വല്ലാത്ത തലമുറയിൽ, വക്രതയും കോട്ടവുമുള്ള തലമുറയിൽ
പാപത്തിലേക്ക് വഴുതിപ്പോകാതെ വണ്ണം നമുക്ക് നമ്മെ തന്നെ സൂക്ഷിച്ച് ജീവിക്കാനായിട്ട് സാധിക്കും. പിന്നെ അങ്ങനെ പാപങ്ങൾ എന്തെങ്കിലും നമ്മുടെ ഭാഗത്ത് വന്നു പോയിട്ടുണ്ട് എന്ന് വരികിൽ അതിന് ദൈവസന്നിധിയിൽ പരിഹാരം വരുത്തി ക്രമപ്പെടാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിലുള്ള ഇങ്ങനെയുള്ള വിധികളെ പ്രയോജനപ്പെടുത്തി വിശുദ്ധിയിൽ ജീവിക്കത്തക്കവണ്ണം ദൈവാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. 51 സങ്കീർത്തനത്തിൽ വരുമ്പോൾ അവിടെ മാനസാന്തരപ്പെട്ട ശേഷം താൻ ചെയ്യുന്ന വലിയൊരു ശുശ്രൂഷ എടുത്തു പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് ആ വാക്യം മാത്രം ഒന്ന് വായിച്ചു പോകാം. 51 സങ്കീർത്തനം അതിൻ്റെ 13-ാമത്തെ വാക്യം. അപ്പോൾ അവിടെ അതിൻ്റെ മുൻ വാക്യങ്ങളിലെല്ലാം നിർമ്മലമായ ഹൃദയത്തിൻ്റെ പ്രാധാന്യവും ഒക്കെ ദൈവത്തിൻ്റെ ദാസൻ പാടുന്നതായിട്ട് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ വാക്യം നമ്മൾ ഒത്തിരി ചിന്തിക്കാറുള്ള വാക്യമാണ്. എന്നാൽ ഞാൻ അതിൽ നിന്ന് 1-2 വാക്കുകൾ എടുത്തു പറയുന്നത്, അവിടെ ദൈവത്തിൻ്റെ ദാസൻ രേഖപ്പെടുത്തുകയാണ്, അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിൻ്റെ വഴികളെ ഉപദേശിക്കും, പാപികൾ നിങ്കലേക്ക് മനം തിരിയും. ഇവിടെ ദാവീദ് ഉപദേശിക്കുന്ന വഴികൾ എന്ത് വഴികളായിരിക്കും എന്ന് പറഞ്ഞാൽ, തൻ്റെ ജീവിതത്തിൽ വന്നതായ വീഴ്ചകളും പാപങ്ങളും താൻ കടന്നു പോകേണ്ടി വന്ന വഴികളും താൻ അനുഭവിക്കേണ്ടി വന്ന ശിക്ഷാക്രമങ്ങളും ഒക്കെ ആ ദൈവത്തിൻ്റെ ദാസൻ മറ്റനേകരെ അറിയിക്കുവാൻ ഇടയായിട്ട് തീരുകയാണ്. നാം ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ എന്തോ ഒരു വിശദമായിട്ടാണ് ഈ സത്യങ്ങൾ ദൈവാത്മാവ് രേഖപ്പെടുത്തി തന്നിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. 2 ശമൂവേൽ 11 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളിൽ ഇത് എത്ര വിശദമായിട്ടാണ് ദൈവാത്മാവ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ ഈ പോർഷൻ്റെ കൂടെയൊക്കെ പോയിട്ട് ഒത്തിരി കാലം ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ ചരിത്രങ്ങളുമൊക്കെ നമ്മുടെ മനസ്സിൽ ഓർമ്മയിലുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെയും, നമുക്ക് ദൈവവചനത്തിൽ രേഖപ്പെടുത്തി തന്നിട്ടുള്ളതായ ഇങ്ങനെയുള്ള ദൈവിക വിധികളെ മനസ്സിലാക്കി വളരെ സൂക്ഷ്മതയോടെ പാപം വിട്ടൊഴിഞ്ഞ് ജീവിക്കുവാനായിട്ട് സാധിക്കേണ്ടിയിരിക്കുന്നു. ദൈവാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. നമുക്കറിയാമെങ്കിലും ഞാൻ ഒരു കാര്യം ഒന്ന് എടുത്തു പറയണം എന്ന് ആഗ്രഹിക്കുകയാണ്. ദാവീദ് പാപത്തിൽ വീണു. ആ പാപത്തെ മറയ്ക്കാനുള്ളതായ വലിയ പരിശ്രമത്തിൻ്റെ വഴിയിൽ താൻ ഗുരുതരമായ പാപത്തിൽ വീണ്ടും വീഴുവാൻ ഇടയായിട്ട് തീർന്നു. അതെല്ലാം വളരെ വിശദമായിട്ട് നമ്മൾ അവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു വാക്യം സാദൃശ്യവാക്യത്തിലുണ്ട്, നമുക്കറിയാവുന്ന വാക്യമാണ്. ഏതാണ് വാക്യം? 28-ന്റെ 13-ാം വാക്യം. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. നമുക്കറിയാം, 1 വർഷത്തോളം ആ പാപത്തെ ദാവീദ് മറച്ച് കൊണ്ടുവന്നത് എത്രയോ ഗുരുതരമായ തൻ്റെ വിശ്വസ്ത ഭൃത്യനായിരിക്കുന്ന ഊരിയാവിൻ്റെ കൊലപാതകനായിട്ട് തീരത്തക്കവണ്ണം കാരണമായിട്ട് തീർന്നു എന്നുള്ളത് എത്രയോ ഗൗരവതരമായ സത്യമാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് തരുന്ന പാഠവും ഈ പ്രബോധനം അതിൻ്റെ എല്ലാ കൃത്യതയിലും നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കണം. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിലും കൊച്ചു കൊച്ചു ലംഘനങ്ങളും ഒക്കെ ആണെങ്കിലും അത് മറയ്ക്കാനും ഒക്കെ ഉള്ളതായ വലിയ പരീക്ഷ ഉണ്ടായിപ്പോകുന്നതിനുള്ളതായ സാധ്യതയുണ്ട്. അപ്പോൾ ആ പരീക്ഷയിൽ നമ്മൾ അകപ്പെടാതെ നമുക്ക് നമ്മെ തന്നെ സൂക്ഷിക്കാനായിട്ട് സാധിക്കേണ്ടിയിരിക്കുന്നു. ഇതൊക്കെയാണ് ദാവീദിന് തലമുറകളോട് പറയാനുള്ള കാതലായ സന്ദേശമായിരിക്കുന്നത്. ശുഭം വരികയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം രേഖപ്പെടുത്തിയാൽ പ്രിയപ്പെട്ടവരെയും, പിന്നെ ശുഭം വരുമെന്ന് മറച്ചാൽ ശുഭം വരുമെന്ന് ഒട്ടും പ്രതീക്ഷിക്കേണ്ടതായ ആവശ്യമില്ല. ഈ വലിയ സത്യം പാഠങ്ങൾ ഇവിടെ നിന്ന് ഉൾക്കൊള്ളത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക്
ധാരാളം ദൈവകൃപ നൽകട്ടെ. മറയ്ക്കുന്നവന് ശുഭം വരികയില്ല എന്ന് നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ പ്രായോഗികത എന്താണ്? നമുക്ക് പാപങ്ങളെ മറയ്ക്കാതെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് വിശുദ്ധിയോടെ ജീവിക്കാനായിട്ട് സാധിക്കണം. നമ്മളെല്ലാ ഞായറാഴ്ചയും കർത്തൃമേശ ആചരിക്കുന്ന ആളുകളാണ് എന്നുള്ളതുകൊണ്ട് ദൈവം നമുക്ക് അതൊക്കെ അങ്ങനെ ശുദ്ധീകരണം പ്രാപിക്കാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. ദൈവം അത് ക്രമീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ അവസരങ്ങളെ പ്രാർത്ഥനാപൂർവം പ്രയോജനപ്പെടുത്തി വിശുദ്ധിയോടെ ജീവിക്കാനായിട്ട് സാധിക്കട്ടെ. കർത്തൃമേശയെക്കുറിച്ച് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാനൊരു വാചകം ഇവിടെ ഒന്ന് ഓർപ്പിക്കുകയാണ്. യോഗ്യമായിട്ട് കർത്തൃമേശ ആചരിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചാൽ വിശുദ്ധ ജീവിതത്തിൽ വിജയകരമായിട്ട് തുടരത്തക്കവണ്ണം അത് നമ്മെ ഒരുക്കുവാൻ ഇടയായിട്ട് തീരും. കർത്തൃമേശ യോഗ്യമായിട്ട് ആചരിക്കുന്നൊരു ദൈവ പൈതലിന് കർത്താവിൻ്റെ വീണ്ടും വരവിനുള്ള ബന്ധത്തിൽ വേറിട്ട് ഒരുക്കത്തിന് ആവശ്യം വരികയില്ല. നാം പ്രത്യാശ ഗാനങ്ങളൊക്കെ പാടാൻ ഇടയായിട്ട് തീരുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രായോഗിക വശത്ത് ഈ പ്രായോഗിക വിഷയത്തിൽ നമുക്ക് ജയാളികളായിട്ട് ജീവിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ധാരാളം ദൈവകൃപ നൽകട്ടെ. ഒരു പാഠം കൂടി ഞാൻ ആ വിധിയിൽ നിന്ന് എടുത്ത് പറയണം എന്ന് ആഗ്രഹിക്കുകയാണ്. ശമൂവേലിൻ്റെ 2-ാം പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം ആ ബന്ധത്തിൽ നമുക്ക് വായിക്കാം. 2 ശമൂവേൽ 12-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. അപ്പോൾ അവിടെ നാം കാണുന്നത് നമ്മൾ ഒത്തിരി ചിന്തിച്ചിട്ടുണ്ട്, എങ്കിലും അത് ഞാനൊന്ന് ഓർപ്പിച്ചുണർത്താനായിട്ട് ശ്രമിക്കുകയാണ്. നമുക്കറിയാം, പ്രവാചകൻ വന്ന് വളരെ വിശദമായിട്ട് ദാവീദിൻ്റെ പാപം ഓർമ്മപ്പെടുത്തുവാൻ ഇടയായിട്ട് തീർന്നു. അപ്പോൾ നമ്മൾ ആ വാക്യത്തിൽ കാണുന്ന, ആ അധ്യായത്തിൽ കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വളരെ ഹൃദയഭേദകമായ ഒരു വിശദീകരണം നൽകിയാണ് ഈ സത്യം ദാവീദിനെ ബോധ്യപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് പകൽ ഓർത്തൊരു കാര്യം, എന്തിനാണ് ദാവീദിനോട് ഇത്രയും ലളിതമായിട്ട് ഈ സത്യം പറയേണ്ട ആവശ്യമുണ്ടായത്? അതിനൊരാവശ്യമുണ്ട്. കാരണം അത് വിശദീകരിച്ച് ദാവീദിനെ കൊണ്ട് തന്നെ ഒരു വിധി പറയിപ്പിച്ചാണ് ദൈവം ഈ വിഷയത്തിൽ ദാവീദിനെ ബോധ്യപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അതെന്തൊരു ആർദ്രതയുള്ളൊരു സമീപനമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം നമ്മോട് ഇടപെടുമ്പോഴും ഈ വേദപുസ്തകത്തിലെ ചരിത്രത്തിൽ നിന്നുള്ളതായ മനോഹരമായ വിധികളും വിശദീകരണങ്ങളും നമുക്ക് നമ്മുടെ പാപത്തെ മനസ്സിലാക്കി ക്രമപ്പെടത്തക്കവണ്ണം അത് മുഖാന്തരമായിട്ട് തീരുന്നതാണ്. നമുക്കറിയാം, ഇന്നും ചില വിഷയങ്ങളുമൊക്കെ കൈകാര്യം ചെയ്യപ്പെടുമ്പോൾ ഈ വിഷയത്തിൽ കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായിട്ടുള്ളതായ കോടതിയിലെ വിധികളും മറ്റുമൊക്കെ വളരെ സമഗ്രമായി പരിശോധിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ വാർത്തകളിലൊക്കെ വായിക്കുവാൻ ഇടയായിട്ട് തീരുന്നതായൊരു കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ദാവീദിൻ്റെ പാപത്തോട് ദൈവം ഇടപെടാനിടയായിട്ട് തീരുമ്പോൾ അതവന് വളരെ കൃത്യമായി ബോധ്യപ്പെടത്തക്കവണ്ണം വളരെ വ്യക്തമായിട്ടത് ഓർമ്മപ്പെടുത്തുന്നു എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് ഈ വിധികളുമൊക്കെ നമ്മൾ ധ്യാനിക്കുമ്പോൾ അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടുന്നതായ മുന്നറിയിപ്പിൻ പാഠങ്ങൾ ഉൾക്കൊണ്ട് സൂക്ഷ്മതയോടെ ജീവിക്കാനായിട്ട് സാധിക്കട്ടെ. അവിടുന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു സത്യം ഞാനൊന്ന് എടുത്തു പറഞ്ഞ് മുൻപോട്ട് പോകാം. ദാവീദിന് പാപം ബോധ്യപ്പെട്ടു. ദാവീദ് ആ പാപം ഏറ്റുപറഞ്ഞു. ദൈവം ദാവീദിനോട് ക്ഷമിച്ചു. നമ്മളത് വായിക്കുന്നുണ്ട്. പ്രവാചകൻ അതും പറഞ്ഞ് ഉറപ്പിച്ചിട്ടാണ് പോകുന്നത്, നിൻ്റെ പാപവും ക്ഷമിച്ചിരിക്കുന്നു. എങ്കിൽ നമ്മൾ വായിച്ച വാക്യത്തിൽ എന്താ കണ്ടത്? എങ്കിലും ആ വാക്ക് വളരെ പ്രധാനപ്പെട്ടതായൊരു വാക്കാണ്. നമ്മൾ ധാരാളം ഓർത്തിട്ടുള്ളൊരു വാക്കാണ്. എങ്കിലും ഞാനത് ഓർപ്പിക്കുന്നത്
പ്രിയപ്പെട്ടവരെ, പാപം ദൈവമുമ്പാകെ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ചാലും പാപത്തിൻ്റെ സ്വാഭാവിക പരിണിത ഫലങ്ങൾ ഒഴിഞ്ഞു പോവുകയില്ല എന്നുള്ളത് എത്രയോ വ്യക്തമായിട്ട് ഈ ചരിത്ര സംഭവത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമാക്കുകയാണ്. ഒത്തിരി വിശ്വാസികൾക്ക് നമുക്കാർക്കും ആ ബോധ്യം ചിന്ത കാണുകയില്ല എന്ന് ഞാൻ കരുതുന്നു. ഒത്തിരി പേര് വിചാരിക്കുന്നത് പാപം ഏറ്റുപറഞ്ഞു, ശുദ്ധീകരണം പ്രാപിച്ചു, അവിടെ കണക്കുകളെല്ലാം തീരും എന്ന് നമ്മൾ വിചാരിക്കാനുള്ളതായ സാധ്യതയുണ്ട്. പക്ഷെ ദാവീദ് തലമുറകളോടൊരു വലിയ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പാപം അങ്ങനെ പറഞ്ഞതുകൊണ്ടും ഉപേക്ഷിച്ചതുകൊണ്ടൊന്നും മുഴുവൻ ശുദ്ധീകരണവും സാധിക്കുകയില്ല. മുഴുവൻ ശുദ്ധീകരണം സാധിക്കും. പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് ദാവീദിന് വിടുതൽ കൊടുത്തു. പക്ഷേ തുടർന്നുള്ള അധ്യായങ്ങളിൽ എന്തെല്ലാം പരിണിത ഫലങ്ങളിലൂടെയാണ് ദാവീദ് കടന്ന് പോകേണ്ടതായി വന്നത്. അപ്പം ദൈവത്തിൻ്റെ വിധിയുടെ വളരെ ഗൗരവതരമായ പ്രത്യേകത ഇവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കട്ടെ. ഞാൻ ഈ വാക്യം പറയുമ്പോഴൊക്കെ പറയുന്നൊരു വാചകമുണ്ട്, അത് ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. പാപത്തിൻ്റെ ഉല്ലാസങ്ങളും ശിക്ഷകളും ഒന്നായിട്ടേ വാങ്ങാൻ കിട്ടുകയുള്ളൂ. ദ പ്ലഷർ ഓഫ് സിൻ ആൻഡ് ദ പ്ലേഗ് ഓഫ് സിൻ ആർ ഇൻ ദ സെയിം പാക്കേജ് എന്ന് പറഞ്ഞാൽ, പാപത്തിനൊരു വശത്ത് ഉല്ലാസമുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതിൻ്റേതായ ദോഷങ്ങളും ശിക്ഷകളും അതോട് ചേർന്നിരിക്കുന്നു എന്നുള്ളതായ വലിയ സത്യം എല്ലാ ഗൗരവത്തിലും ഉൾക്കൊണ്ട് സൂക്ഷ്മതയോടെ ജീവിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇവിടെ നമുക്ക് 4-ാം സങ്കീർത്തനം 4-ാം വാക്യം ഒന്ന് ഓർത്തു പോകാം. എന്താണ് 4-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? നടുങ്ങുവിൻ, പാപം ചെയ്യാതിരിപ്പിൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ദൈവമക്കളായ നമ്മെക്കുറിച്ച് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നതായ കാര്യം പാപത്തിന് മുമ്പിൽ നടുങ്ങാനോ പാപം ചെയ്യാതെ വിശുദ്ധിയോടെ ജീവിക്കാനോ നമുക്ക് സാധിക്കണം എന്നുള്ളത് ഈ ചരിത്രം നമുക്ക് നൽകുന്ന വളരെ ശക്തമായിട്ടുള്ളതായൊരു സന്ദേശമാണ്. പാപം ചെയ്യാതെ ജീവിക്കാനുള്ള സാധ്യതയിലേക്കാണല്ലോ ദൈവം നമ്മെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇടയ്ക്കിടയ്ക്ക് നമ്മളത് ഓർക്കാറുണ്ടല്ലോ. പാപകർമ്മത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കർത്താവ് പറഞ്ഞയക്കുമ്പോഴും അത് പറഞ്ഞാണല്ലോ അവിടെ പറഞ്ഞയക്കുന്നത്, ഇനി പാപം ചെയ്യരുത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരും, ഇത് നമ്മുടെ ഒരു വലിയ ജീവിത ദർശനമായിട്ട് ഇരിക്കട്ടെ. നമ്മുടെ കർത്താവിൻ്റെ പ്രത്യക്ഷത സമാഗതമാകുന്ന ഈ നാളുകളിൽ നാം കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുമ്പോൾ വിശുദ്ധിയോടെ ജീവിച്ചാണ് ഒരുങ്ങേണ്ടത്. പാപം ചെയ്ത് ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് പിന്നെയും പാപം ചെയ്ത് അത് ആവർത്തിച്ച് ജീവിക്കുന്നതല്ല ക്രിസ്തീയ ജീവിതത്തിൻ്റെ അനുഗ്രഹം. പിന്നെയോ പാപം ചെയ്യാതെ വിശുദ്ധിയോടെ ജീവിക്കാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടിയിരിക്കുന്നു. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം നമുക്കിവിടെ ഓർത്തു പോകാം. അവനിൽ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. അതുകൊണ്ട് ദാവീദിൻ്റെ പാപത്തിൻ്റെ മേൽ ദൈവം നടത്തിയ ഈ വിധി അതിൽ തന്നെ എത്രയോ ഗൗരവമായ പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുവാനിടയായിട്ട് തീരുന്നുണ്ട്. അപ്പോൾ നാം വിധിക്കാൻ പോകണ്ട, പക്ഷെ ദൈവത്തിൻ്റെ വിധികളെ വളരെ പരമാർത്ഥതയോടും ഗൗരവത്തോടും കൂടെ ഏറ്റെടുത്ത് ജീവിക്കുവാൻ ദൈവാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൽ പരിചയമുള്ള 2 വാക്യങ്ങൾ നമുക്കിവിടെ ഒന്ന് വായിച്ചു പോകാം എന്ന് കരുതുന്നു. അത് വായിക്കാൻ, അതിൽ നിന്നൊരു സന്ദേശം പറയാനൊരു പ്രത്യേക പ്രേരണ ഉള്ളതുകൊണ്ട് ഞാനത് പറയുകയാണ്. എബ്രായ ലേഖനം 13-ന്റെ 4-5 വാക്യങ്ങൾ നമുക്ക് നല്ല പരിചയമുള്ള വാക്യങ്ങളാണ്. നമുക്കൊന്ന് വായിക്കാം. 13-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ. അടുത്ത വാക്യം.
നമ്മുടെ ചിന്താവിഷയമായിരിക്കുന്ന വാക്ക് അവിടെ നമ്മൾ കാണുന്നുണ്ട്. എന്താണ് ആ വാക്ക്? ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. ദൈവം വിധിക്കും. ഈ വാക്ക് വളരെ ഗൗരവമായിട്ട് ഉൾക്കൊള്ളേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ഈ ദുർനടപ്പൊന്നും ഇപ്പോൾ വലിയൊരു പാപമായിട്ടല്ല നിയമം കാണുന്നത്. നിയമം അതൊക്കെ വളരെ ലഘൂകരിക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. പക്ഷേ ഒരു രാജ്യത്തെ, നമ്മുടെ രാജ്യത്തേക്കാൾ മോശമായിട്ട് ഇതിനെ ലഘൂകരിച്ചിട്ടുള്ള രാജ്യങ്ങൾ ലോകത്തിൽ പ്രബലമായ രാജ്യങ്ങളുണ്ട്. പക്ഷെ നമ്മളിവിടെ ഒരു വലിയ സത്യം ദൈവമക്കളായി നാം ഓർത്തിരിക്കണം. പ്രിയപ്പെട്ടവരെ, ഒരു രാജ്യത്തെ നിയമം ഒരു തെറ്റിനെ ലഘൂകരിച്ചാൽ അത് നമ്മുടെ ദൈവത്തിൻ്റെ വിധിയെ ബാധിക്കുകയില്ല. ഇന്ന് പകൽ ഈ വേദഭാഗം വായിച്ചപ്പോൾ ഞാൻ ഭയത്തോടെ ഓർത്തുകൊണ്ടൊരു കാര്യമാണ്, ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും എന്ന് പറയുന്നത് എത്രയോ കൃത്യമായിട്ടുള്ളതായൊരു സത്യമാണ്. അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, ഇത് തലമുറകൾക്കുള്ളതായ ഒരു വലിയ മുന്നറിയിപ്പായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ വിധികളെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ടിടയായിട്ട് തീർന്നാൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ ഏറ്റവും വിശുദ്ധമായി സൂക്ഷിക്കത്തക്കവണ്ണം അത് മുഖാന്തരമായിട്ട് തീരുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വലിയ ഉൾക്കാഴ്ച ഉൾക്കൊണ്ട് വരുന്ന ദിവസങ്ങളിൽ ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിലുള്ള വിധികളെ അതുപോലെ ഏറ്റെടുത്ത് സൂക്ഷ്മതയോടെ ജീവിക്കാനുള്ള ആവശ്യകതയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുവാൻ ഇടയായിട്ട് തീരുന്നത്. അവിടെ വന്ന വഴിയിൽ ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കുകയാണ്. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊരു വലിയ പൊതു സന്ദേശം നൽകുന്നുണ്ട്. കുടുംബങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള പാപത്തിൻ്റെ മേഖല ഇപ്പോൾ ഇവിടെ നാം കണ്ടതായ മേഖലയാണ്. പക്ഷെ അതിൻ്റെ രണ്ടാമത്തെ മേഖല സാമ്പത്തികമായിട്ടുള്ളതായ മേഖലയാണ്. അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ലെങ്കിലും ഒരു പരാമർശം അവിടെ ചേർത്ത് പറയാം എന്ന് ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ സാമ്പത്തികമായ മേഖലയിൽ ദൈവം കഴിഞ്ഞ നാടുകളിൽ നടത്തിയിട്ടുള്ളതായ എത്രയോ വിധികളാണ് വളരെ വിശദമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി നമുക്ക് തന്നിട്ടുള്ളത്. കാരണം സമ്പത്തിൽ തട്ടി തകർന്നു പോയ അനേക ജീവിതങ്ങളെ നമുക്ക് ദൈവവചനത്തിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 1-2 പേരുകൾ ഒന്ന് പറഞ്ഞ് ഞാൻ ഈ ക്ലാസ് ഉപസംഹരിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. നിങ്ങളോട് ഞാൻ ചോദിക്കുന്നില്ല, ചോദിച്ചാൽ വേറെ പേരുകൾ വന്നെങ്കിലോ എന്ന് വിചാരിച്ച് ചോദിക്കുന്നില്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ സാമ്പത്തികമായ മേഖലയിൽ ദുരാഗ്രഹത്തിലകപ്പെട്ട് തകർന്നു പോയ ഒരു നീതിമാനെ നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹത്തിന് പത്രോസ് വേറൊരു പേരാ വിളിക്കുന്നത്, വലഞ്ഞുപോയ നീതിമാൻ. ആരാണ് വലഞ്ഞുപോയ നീതിമാൻ? ലോത്തിനെ കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ലോത്ത് ജീവിച്ച് അനേക നൂറ്റാണ്ടുകൾക്ക് ശേഷം രേഖപ്പെടുത്തുമ്പോൾ ഇങ്ങനെ ഒരു വാക്കാണ് ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഞാൻ അതിനോട് ചേർത്തൊരു വാക്യം ഒന്ന് പരാമർശിക്കാം. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ലൂക്കോസ് സുവിശേഷം 17-ാം അധ്യായത്തിൽ ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ നാളിലും ആകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ 32-ാമത്തെ വാക്യം ഒരു കൊച്ചു വാക്യമാണ്. ആരെങ്കിലും ഓർക്കണ്ടോ വാക്യം? ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവിൻ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ വീക്ഷണം മാറിയാൽ ആ മാറൽ എത്രയോ വലിയ അപകടത്തിലേക്ക് നയിക്കും എന്നുള്ളത് നമുക്കവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക.
സാമ്പത്തികമായിട്ട് എന്തോ ഒരു നല്ല ഉൾക്കാഴ്ചയുള്ള മനുഷ്യൻ്റെ കൂടെയാണ് ലോത്ത് ദീർഘമായ വർഷങ്ങൾ യാത്ര ചെയ്തത്, ദീർഘമായ വർഷങ്ങൾ ജീവിച്ചത്. പക്ഷേ അതൊന്നും ഇദ്ദേഹത്തിന് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിച്ചില്ല. ഞാനൊരു വാചകം ഇങ്ങനെ പറയുന്നു, അത് കാലിക പ്രസക്തമാണെന്നാണ് എൻ്റെ വിചാരം. തൊഴിലിൻ്റെ സാധ്യത നോക്കിയാണ് ലോത്ത് സോതോമിലേക്ക് പോയത്. നല്ല ബലഭൂഷ്ടിയുള്ള ദേശം, കന്നുകാലികളെ വളർത്താൻ പറ്റിയ ദേശം. ആ തൊഴിലിൻ്റെ സാധ്യത നോക്കി ലോത്ത് അങ്ങോട്ട് പോകാനിടയായിട്ട് തീർന്നു എന്നുള്ളത് എത്രയോ വലിയ ദുരന്തത്തിന് കാരണമായിട്ട് തീർന്നു എന്നുള്ളത് നമുക്കിവിടെ ഓർക്കാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ ഈ ചരിത്രമെല്ലാം എന്തിനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ വിശദമായി രേഖപ്പെടുത്തി തന്നിട്ടുള്ളത്? ദൈവത്തിൻ്റെ വിധികളുടെ വഴി നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മുടെ വഴികളെ വളരെ സൂക്ഷ്മതയോടെ കരുതാനുള്ളതായ വലിയ ആവശ്യകതയിലേക്കാണ് അത് വെളിച്ചം വീശുവാൻ ഇടയായിട്ട് തീരുന്നത്. കർത്താവ് ആ മുന്നറിയിപ്പ് എടുത്തു പറയുന്നു. മാത്രമല്ല പത്രോസ് അപ്പോസ്തലൻ വീണ്ടും ആ മുന്നറിയിപ്പ് എടുത്തു പറഞ്ഞ് ദൈവമക്കളെ പ്രബോധിപ്പിക്കുന്നു എന്നുള്ളത് നാം ഇവിടെ ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ മനോഹരമായി വെളിപ്പെടുത്തിയിട്ടുള്ള വിധികളുടെ അന്തസത്ത ഉൾക്കൊണ്ട് നമുക്ക് വളരെ സൂക്ഷ്മതയോടെ അത് പ്രയോജനപ്പെടുത്തി ജീവിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് എബ്രായ ലേഖനകാരൻ അവിടെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹം ഇല്ലാത്തതായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ എന്നുള്ളതായി ഈ പ്രബോധനം നമുക്ക് പ്രയോജനപ്പെടുത്തി ഈ തലമുറയിലും ജയാളികളായിട്ട് ജീവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസിൻ്റെ വാക്കുകൾ ഇവിടെ ഒന്ന് ചേർത്ത് ഓർക്കാം. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിക്കാം. ഇത് ഓരോ ദിവസവും നമ്മൾ പുതുക്കേണ്ടുന്നതായ കാര്യമാണ്. പുതുക്കിയില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ വല്ലാത്ത കണിയിൽ അകപ്പെട്ടു പോകുന്നതിനുള്ളതായ സാധ്യതയുണ്ട് എന്നുള്ളത് എത്രയോ വ്യക്തമായിട്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വിധികളെ എല്ലാ കൃത്യതയിലും ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമ്മൾ ഈ രാജാക്കന്മാരുടെ 2-ാം പുസ്തകമാണല്ലോ കഴിഞ്ഞ പല മാസങ്ങളായിട്ട് വായിച്ചുകൊണ്ടിരുന്നത്. അവിടെ വേറൊരു തെറ്റിപ്പോയ ദൈവദാസനെ നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് നിങ്ങളുടെ ഓർമ്മയിൽ കാണുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ആരാണ് തെറ്റിപ്പോയത്? തെറ്റിപ്പോയ ദൈവദാസൻ. ദൈവദാസന്മാരും തെറ്റിന് പുറത്തല്ല, തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ആളുകളാണ്. പേരാരും പറഞ്ഞില്ലല്ലോ. 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ സാമ്പത്തിക മേഖലയിൽ തെറ്റിപ്പോയതായ ഗേഹസിയുടെ ചരിത്രം എന്തോരു വിശദമായിട്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തൻ്റെ മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും സമ്പാദിക്കണം എന്നുള്ള ആഗ്രഹത്തിലായിരിക്കാം ആ രഥത്തിൻ്റെ പിന്നാലെ ഓടിയത് എന്ന് ഏലീശ പ്രത്യേകിച്ച് അവിടെ പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമുക്കറിയാം, തനിക്കും തൻ്റെ മക്കൾക്കും വേണ്ടി സമ്പാദിച്ചത് വലിയ രോഗത്തിൻ്റെ ശാപമായിരുന്നു എന്നുള്ളത് എത്രയോ വ്യക്തമായിട്ടാണ് ദൈവാത്മാവ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തി തന്നിട്ടുള്ളതായ ഈ വിധികളെ ഉൾക്കൊണ്ട് വളരെ ഭയത്തോടെ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താനുള്ളതായ വലിയ ഉത്തരവാദിത്വം ഉണ്ട്. നമ്മുടെ പുതിയ പോർഷനിൽ നിന്നൊരു വാക്യം വായിച്ച് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കാം എന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങൾ വായിച്ചപ്പോഴും നല്ല പരിചയമുള്ള ആളാണ്. ദിനവൃത്താന്ത 1-ാം പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ വംശാവലി രേഖപ്പെടുത്തുമ്പോൾ, വംശാവലി നമ്മൾ ഈ ദിവസങ്ങളിൽ വായിച്ചു. ആ അധ്യായങ്ങളിലൊക്കെ ഒരാൾ മറ്റൊരാൾ ജനിപ്പിച്ചു എന്ന് പറഞ്ഞ് വളരെ ചുരുക്കമായിട്ടാണ് വംശാവലി രേഖപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോൾ
ഒരു പ്രത്യേകത കൂടി എഴുതിയാണ് ആ വാക്യം മുമ്പോട്ട് പോകുന്നത്. ഒന്ന് വായിക്കാം നമുക്ക് 2-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. അപ്പോൾ അവിടെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഈ വാക്യം വായിച്ചപ്പോൾ വളരെ അത്ഭുതപ്പെട്ടു പോയൊരു കാര്യം, വംശാവലിയെല്ലാം വളരെ ചുരുക്കമായിട്ട് ആ പേരുകൾ മാത്രമൊക്കെ എഴുതി രേഖപ്പെടുത്തുവാൻ ഇടയായിട്ട് തീരുമ്പോൾ, വംശാവലി എഴുതുമ്പോഴും സാമ്പത്തികമായ കാര്യത്തിൽ തെറ്റിപ്പോയ ആഖാനെക്കുറിച്ച് രേഖപ്പെടുത്തുമ്പോൾ ദൈവാത്മാവ് രേഖപ്പെടുത്തുന്നത് ഇസ്രയേലിനെ കഷ്ടത്തിലാക്കിയ ആഖാൻ. അപ്പം അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ ക്ലാസ്സിൽ ഇത് പറയുന്നതിനൊരു താല്പര്യമുണ്ട്. ഒരാളുടെ സാമ്പത്തിക വീക്ഷണം തെറ്റിപ്പോയാൽ അതവരുടെ കുടുംബത്തെ മാത്രമല്ല, കുടുംബം മുഴുവനും തകർന്നു. കാരണം ആ ശിക്ഷയിൽ ആ കുടുംബവും നാൽക്കാലി ഉൾപ്പെടെ അതിൻ്റെ ശാപവും ശിക്ഷയും ഏറ്റുവാങ്ങുവാൻ ഇടയായിട്ട് തീർന്നു എന്ന് നമ്മൾ കാണുകയാണ്. അവിടെ തീർന്നില്ല. പിന്നെയോ ദൈവത്തിൻ്റെ ജനം കഷ്ടത്തിലാകാൻ ഒരാളുടെ ദ്രവ്യാഗ്രഹം കാരണമായിട്ട് തീർന്നു. യോശുവ അത് നേരെ ആഖാനോട് ചോദിക്കുന്നതായിട്ട് നമ്മൾ യോശുവയുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിച്ചാൽ ഓരോ പാപത്തെയും ദൈവം എങ്ങനെ കാണുന്നു, അതിന്മേലുള്ള ദൈവനീതിയുടെ വിധി എന്താണ് എന്നുള്ളത് എത്രയോ വ്യക്തമായിട്ടും വിശദമായിട്ടുമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് രേഖപ്പെടുത്തി തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ നീതിയുള്ള വിധികളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മൾ ജീവിക്കുന്നത് വക്രതയും കോട്ടമുള്ള തലമുറയിലാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ തലമുറയിലും ഫിലിപ്പിയർ 2:15 പറയുന്ന പോലെ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളുമായിട്ട് ജീവിക്കാനുള്ള ഏറ്റവും ഉന്നതമായ സാധ്യതയിലേക്കാണ് സ്വർഗത്തിലെ ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത്. അത് സാധിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തി തന്നിട്ടുള്ളതായ ദൈവത്തിൻ്റെ നീതിയുള്ള വിധികളെ പഠിച്ച് അത് പ്രയോജനപ്പെടുത്തി അതിൻ്റെ പ്രകാശനത്തിൽ ജീവിക്കാനുള്ളതായ വലിയ ഉത്തരവാദിത്വം നമുക്ക് ഉണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമ്മൾ നാട്ടുകാരുടെയും സ്വന്തം സഹോദരന്മാരുടെയും ഒക്കെ പാപത്തെ നോക്കി വിധിക്കാനും ഒക്കെ നടന്ന് സമയം കളയേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ കർത്താവ് എന്ന കൽപ്പന അതുപോലെ അനുസരിക്കാം. എന്നാൽ വിലയേറിയ തിരുവെഴുത്തുകളിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് രേഖപ്പെടുത്തി തന്നിട്ടുള്ളതായ നീതിയുള്ള വിധികളെ സൂക്ഷ്മതയോടെ പഠിച്ച് അത് പ്രായോഗികമാക്കി വിശുദ്ധരായിട്ട് ഈ തലമുറയിൽ ജീവിച്ച് സാക്ഷ്യം വഹിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. വളരെ അപകട സാധ്യതയുള്ള അനേക മേഖലകളുണ്ട്. അതിൽ 2 മേഖലകൾ ഞാനൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിൻ്റെ വചനത്തിലുള്ള നീതിയുള്ള വിധികളെ സ്നേഹിക്കുവാനും ഈ വിധികൾ നമുക്ക് നൽകുന്ന സന്ദേശം അതുപോലെ ഉൾക്കൊണ്ട് സൂക്ഷ്മതയോടെ ഓരോ ദിവസവും ജീവിക്കുവാനും ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അങ്ങനെ ജീവിച്ചാൽ നാം മറ്റുള്ളവരുടെ മനസ്സാക്ഷിയിലും വിധിക്കപ്പെടുവാൻ ഇടയായിട്ട് തീരാതെ നമുക്ക് ജീവിക്കാനായിട്ട്, ജയാളികളായി ജീവിക്കാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനാവശ്യമായ ദൈവകൃപ നമുക്ക് നൽകട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.